വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ബ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊളീഷൻ തിയറിയാണ്. അപ്പോൾ +2ൻ്റെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പഠിച്ചു വരുമ്പോഴുള്ള രണ്ട് പ്രധാന തിയറീസാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയും അതുപോലെ തന്നെ കൊളീഷൻ തിയറിയും. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കൊളീഷൻ തിയറിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൊളീഷൻ തിയറി പ്രൊപ്പോസ് ചെയ്തത് മാക്സ് റൗഡ്സ് ആൻഡ് വില്യം ലൂയിസ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ ചേർന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന പോയിന്റ്സിലേക്ക് നമുക്കൊന്ന് നോക്കിയാൽ, reactant molecules are assumed to be hard spheres and the reaction occurs by the collision between reactant molecules. കൊളീഷൻ തിയറി അനുസരിച്ച് നമ്മൾ റിയാക്റ്റന്റ് മോളിക്യൂളുകളെ ഹാർഡ് സ്പിയറുകളായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി ഈ ഹാർഡ് സ്പിയറുകൾ തമ്മിലുള്ള നല്ല കൂട്ടിമുട്ടലുകൾ നടക്കുമ്പോഴാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്. റിയാക്റ്റന്റ് മോളിക്യൂളുകൾ തമ്മിൽ കൊളീഷൻ നടക്കുമ്പോൾ അതിലുള്ള ബോണ്ടുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കൂ, ഹൈഡ്രജനും ക്ലോറിനും കൂടെ തമ്മിൽ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂളിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഒരു ബോണ്ടുണ്ട് അല്ലേ, ഒരു കോവലന്റ് ബോണ്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോറിൻ മോളിക്യൂളിലെ രണ്ട് ക്ലോറിൻ ആറ്റങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടും എന്തുണ്ട്, ഒരു കോവലന്റ് ബോണ്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ കൊളീഷൻ നടക്കുമ്പം എന്താണ്, ഇതിലുള്ള HH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കണം, Cl ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കൊളീഷൻസ് അതുപോലെ ശക്തമായിരിക്കണം. നല്ല അതിശക്തമായ റിയാക്റ്റന്റ് മോളിക്യൂളുകൾ തമ്മിലുള്ള കൊളീഷൻ നടക്കുമ്പോഴാണ് അതിൽ നിന്നും പ്രോഡക്റ്റ് ഫോർമേഷൻ സാധ്യമാകുന്നത് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. റിയാക്റ്റന്റ് മോളിക്യൂൾസിനെ നമ്മൾ ഹാർഡ് സ്പിയറുകളായിട്ട് അസ്യൂം ചെയ്യുന്നു. ഇനി ആ ഹാർഡ് സ്പിയറുകൾ അല്ലെങ്കിൽ റിയാക്റ്റന്റ് മോളിക്യൂളുകൾ തമ്മിലുള്ള ശക്തമായ കൊളീഷനുകളുടെ ഫലമായി അവിടെ റിയാക്ഷൻ നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഈസ് സെഡ് ടു ബി ദ കൊളീഷൻ ഫ്രീക്വൻസി. നമ്മളൊരു റിയാക്ഷൻ മിക്സർ എടുക്കുമ്പം അതിൽ ഒരുപാട് റിയാക്റ്റന്റ് മോളിക്യൂളുകളുണ്ട് അല്ലേ. അപ്പോൾ ഒരു സെക്കൻഡ് സമയത്ത് യൂണിറ്റ് വോളിയം ഓഫ് ദ റിയാക്ഷൻ മിക്സറിൽ എത്രമാത്രം അല്ലെങ്കിൽ എത്രയെണ്ണം കൊളീഷനുകളാണോ അവിടെ നടക്കുന്നത്, ആ നമ്പർ ഓഫ് കൊളീഷൻസിനെയാണ് നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി Z എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കൊളീഷൻ ഫ്രീക്വൻസി? റിയാക്ഷൻ മീഡിയത്തിൽ അതിൻ്റെ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു സെക്കൻഡ് സമയത്ത് നടക്കുന്ന കൂട്ടിമുട്ടലുകളുടെ എണ്ണമാണ് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി the reactant molecule should acquire a minimum energy called threshold energy and a fraction of molecule can have this energy. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റിയാക്റ്റന്റ് മോളിക്യൂളുകൾ തമ്മിൽ നമ്മൾ പറഞ്ഞു എന്താണ്, നല്ല ശക്തമായ കൊളീഷൻ നടക്കണം അല്ലേ. അപ്പോൾ അതിശക്തമായ കൊളീഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റന്റ് മോളിക്യൂളുകൾക്ക് എന്ത് വേണം, ഒരു മിനിമം എനർജി ഉണ്ടായിരിക്കണം. ആ മിനിമം എനർജിക്കാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയാം. അപ്പോൾ ഈ ത്രെഷോൾഡ് എനർജിയോ അല്ലെങ്കിൽ അതിലധികം എനർജിയോ ഉള്ള മോളിക്യൂളുകൾ തമ്മിലുള്ള കൊളീഷൻ നടന്നാൽ മാത്രമേ കൊളീഷൻസ് ഇഫക്റ്റീവായിട്ട് മാറുകയുള്ളൂ. ഇപ്പം നമ്മൾ റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റുകളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ രണ്ട് കാറുകൾ തമ്മിൽ വളരെ വേഗത കുറഞ്ഞാണ് മൂവ് ചെയ്ത് വന്ന് ഇടിക്കുന്നതെങ്കിൽ കൊളീഷൻ അത്ര തീവ്രമാവില്ല അല്ലേ, അതിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും. എന്നാൽ നല്ല ഹൈ സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രണ്ട് കാറുകൾ അല്ലെങ്കിൽ രണ്ട് വെഹിക്കിൾ വന്ന് തമ്മിൽ കൂട്ടിയിടിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന ഇഫക്റ്റ് വളരെ വലിയൊരു ആക്സിഡൻ്റ് ആയിരിക്കും അവിടെ സംഭവിക്കുക അല്ലേ. എന്ന് പറയുന്ന പോലെ ഇവിടെ ആ വേഗത എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ റിയാക്റ്റന്റ് മോളിക്യൂളുകൾക്ക് ശക്തമായ കൂട്ടിമുട്ടൽ നടക്കണമെങ്കിൽ എന്ത് വേണം, ഒരു മിനിമം എനർജി വേണം. ആ എനർജിക്കാണ് എന്ത് വിളിക്കാം, ത്രെഷോൾഡ് എനർജി. എന്നാൽ നമ്മൾ റിയാക്ഷൻ മീഡിയം നോക്കുമ്പം കുറേ അധികം മോളിക്യൂൾസ് ഉണ്ട്, പക്ഷേ അതിൽ വളരെ കുറച്ച് മോളിക്യൂൾസിന് മാത്രമേ ഈ ത്രെഷോൾഡ് എനർജി ഉള്ളൂ. ഓക്കെ, അതായത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഒരു പ്രോസസ്സ് നടത്തിയാൽ ത്രെഷോൾഡ് എനർജി ഉള്ള മോളിക്യൂളുകളുടെ നമ്പർ തീരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ശക്തമായ കൂട്ടിമുട്ടലുകളിൽ ഏർപ്പെടാനായിട്ടുള്ള മോളിക്യൂൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ആകെയുള്ള മോളിക്യൂൾസിൽ വളരെ കുറച്ച് മോളിക്യൂൾസ് മാത്രമേ ഈ ത്രെഷോൾഡ് എനർജി ഉള്ളത് സാധാരണ കണ്ടീഷനിൽ കാണുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ദി എനർജി അബ്സോർബ്ഡ് ബൈ ദ റിയാക്റ്റന്റ് മോളിക്യൂൾ ടു പാസ് ഓവർ ദ ത്രെഷോൾഡ് എനർജി ഈസ് നോൺ ആസ് ആക്ടിവേഷൻ എനർജി. അപ്പം നമ്മൾ പറഞ്ഞു കുറേ അധികം മോളിക്യൂൾസ് ഉണ്ടെങ്കിലും അതിൽ വളരെ കുറച്ച് മോളിക്യൂൾസിന് മാത്രമേ എന്തുള്ളൂ, ഈ പറഞ്ഞ ത്രെഷോൾഡ് എനർജി ഉള്ളൂ. അപ്പോൾ ത്രെഷോൾഡ് എനർജി ഇല്ലാത്ത എനർജി കുറവുള്ള റിയാക്റ്റന്റ് മോളിക്യൂളുകൾക്ക് ഈ നല്ല ശക്തമായ കൂട്ടിമുട്ടലുകളിൽ പങ്കെടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം, കുറച്ച് എനർജി അബ്സോർബ് ചെയ്യണം, എവിടെ നിന്നെങ്കിലും അവരെ അക്വയർ ചെയ്തേണ്ടി വരും അല്ലേ.
കുറച്ച് ഗെയിൻ ചെയ്യണം. അങ്ങനെ അവർ ഈ ത്രെഷോൾഡ് ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടി റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ കുറച്ച് എനർജി സ്വീകരിക്കേണ്ടി വരുന്നു. ആ എനർജിക്കാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? ആക്ടിവേഷൻ എനർജി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? റിയാക്റ്റൻ്റ് മോളിക്യൂളുകളെ ഹാർഡ് സ്പിയറുകളായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഹാർഡ് സ്പിയറുകൾ തമ്മിൽ നല്ല ശക്തമായ കൂട്ടിമുട്ടലുകൾ നടക്കുമ്പോഴാണ് അവിടെ പ്രോഡക്റ്റ് ഫോർമേഷൻ സാധ്യമാകുന്നത്, അല്ലേ? അങ്ങനെ റിയാക്ഷൻ മിക്സറിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ 1 സെക്കൻഡ് സമയത്ത് നടക്കുന്ന കൂട്ടിമുട്ടലുകളുടെ എണ്ണമാണ് കൊളീഷൻ ഫ്രീക്വൻസി Z എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശക്തമായ കൊളീഷൻസ് നടത്തണമെങ്കിൽ റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾക്ക് ഒരു മിനിമം എനർജി ഉണ്ടായിരിക്കണം. അത് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നു. അപ്പോൾ എനർജി കുറവുള്ള മോളിക്യൂളുകൾ ത്രെഷോൾഡ് ലെവലിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ എനർജി സ്വീകരിക്കേണ്ടി വരുന്നു. ആ എനർജിക്ക് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്നും പറഞ്ഞു. ഇനി നമുക്ക് ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. A+B gives പ്രോഡക്റ്റ്. A, B എന്ന് പറയുന്ന 2 റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ തമ്മിൽ പ്രോഡക്റ്റായി മാറണം. ഓക്കെ, അപ്പോൾ ഈ തിയറി അനുസരിച്ച് A, B യെ നമ്മൾ ഹാർഡ് സ്പിയറുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, ഈ റിയാക്ഷൻ്റെ വേഗത അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു the collision frequency ZAB into e raised to minus EA by RT. അതായത് ZAB എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള എത്ര കൊളീഷനുകൾ നടക്കുന്നു, എത്ര നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ റിയാക്ഷൻ മിക്സ്ചർ ആണ് ZAB. ഓക്കെ, എയും ബിയുമാണ് റിയാക്റ്റൻ്റ്. അപ്പോൾ അവർ തമ്മിൽ എത്ര കൊളീഷൻസ് നടക്കുന്നു അതിൻ്റെ എണ്ണമാണ് ZAB. ഇനി e raised to minus EA by RT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുക? നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ത്രെഷോൾഡ് എനർജിയോ അല്ലെങ്കിൽ അതിലധികമോ എനർജി ഉള്ള മോളിക്യൂൾ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ എനർജറ്റിക് മോളിക്യൂൾസിൻ്റെ കൊളീഷൻസ് മാത്രമേ ഇഫക്റ്റീവ് ആകുള്ളൂ. ഓക്കെ, അപ്പം ആകെയുള്ള മോളിക്യൂൾസിൽ എത്രമാത്രം ഫ്രാക്ഷനാണ് ഈ എനർജി ഉള്ളത്, അതാണ് e raised to minus EA by RT എന്ന് ഉദ്ദേശിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് ദിസ് മിനിമം എനർജി ഫോർ ഇഫക്റ്റീവ് കൊളീഷൻ. ഇഫക്റ്റീവ് കൊളീഷൻ നടത്താനായിട്ട് വേണ്ട എനർജി ഉള്ള മോളിക്യൂൾസ് ആകെ ഉള്ളതിൽ എത്രമാത്രം ഫ്രാക്ഷൻ ഉണ്ട്, അതാണ് e raised to minus EA by RT എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല നമ്മൾ മുമ്പേ പറഞ്ഞ റോഡ് ആക്സിഡൻറ്റിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ കാറ് ഇപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ വരുന്നു. ബട്ട് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു കാറ് റൈറ്റ് സൈഡിലേക്കും കൂടെ പോയാൽ അവർ തമ്മിൽ കൂട്ടിയിടിക്കുമോ? ഇല്ല, അല്ലേ? ഇവിടെ റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ തമ്മിൽ കൂട്ടിയിടിക്കണമെങ്കിൽ, ഇവിടെ കാറുകൾ കൂട്ടിയിടിക്കണമെങ്കിൽ അവർ നല്ല സ്പീഡിൽ വന്നതുകൊണ്ട് മാത്രം പോരാ, അവർ നേർക്കുനേർ കൂട്ടിയിടിക്കണം, എന്നാലാണ് അവിടുത്തെ ആക്സിഡൻറ്റ് ഭയങ്കര ശക്തമാകുന്നത്, അല്ലേ? അതുപോലെയാണ് ഇവിടെ റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ നല്ല എനർജി ഉണ്ടായിട്ട് മാത്രം പോരാ, മോളിക്യൂൾ തമ്മിൽ ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷനിൽ കൊളൈഡ് ചെയ്താലും കൂടെ മാത്രമേ കൊളീഷൻ ഇഫക്റ്റീവ് ആകുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൂടെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഫോർ ഇഫക്റ്റീവ് കൊളീഷൻ, നല്ല അതിശക്തമായ കൂട്ടിമുട്ടലുകൾക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ പറയുക. മോളിക്യൂൾസിന് ഒരു മിനിമം എനർജിയും വേണം, അതാണ് ത്രെഷോൾഡ് എനർജിയും വേണം. അതുകൂടാതെ അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഓറിയൻറ്റേഷനും കൂടെ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പം അതും കൂടെ ചേർത്താണ് ലാസ്റ്റ് കൊളീഷൻ തിയറിയുടെ ഇക്വേഷൻ നമ്മൾ പറയുന്നത്. റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ rate is equal to P into ZAB into e raised to minus EA by RT. ഇതിൽ P എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഫാക്ടറാണ്, പ്രോബബിലിറ്റി ഓഫ് ഇഫക്റ്റീവ് കൊളീഷൻ. അപ്പോൾ ഇഫക്റ്റീവ് കൊളീഷൻ നടക്കണമെങ്കിൽ 2 കാര്യം, മോളിക്യൂളുകളുടെ ത്രെഷോൾഡ് എനർജിയോ അതിലധികമോ എനർജി ഉള്ള മോളിക്യൂളുകളുടെ നമ്പർ കൂടുതലായിരിക്കണം, അല്ലേ? അത് മാത്രമല്ല പ്രോപ്പർ ഓറിയൻറ്റേഷൻ, മോളിക്യൂളുകൾക്ക് നല്ല ഒരു ഓറിയൻറ്റേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കൊളീഷൻസ് ശക്തമാവുള്ളൂ. അപ്പോൾ ഒരു റിയാക്ഷൻ നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നടക്കുമ്പം ത്രെഷോൾഡ് എനർജി ഉള്ള മോളിക്യൂളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും, അല്ലേ? എന്നാൽ ഈ ടെമ്പറേച്ചർ കൂട്ടി നമ്മളൊരു പ്രോസസ്സ് നടത്തുമ്പോൾ കൂടുതൽ പെട്ടെന്ന് റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ എനർജി ഗെയിൻ ചെയ്യുന്നു. ഓക്കെ, റിയാക്റ്റൻ്റ് മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജി വർദ്ധിക്കുകയും കൂടുതൽ മോളിക്യൂളുകൾക്ക് ത്രെഷോൾഡ് ലെവലിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് എനർജി ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് എനർജി ഈസ് ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇഫക്റ്റീവ് കൊളീഷനുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് ഈ ഒരു കൊളീഷൻ തിയറി അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.